നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധം സമാധാന കരാറിൽ എത്തിയ സാഹചര്യത്തിൽ എല്ലാത്തിനും വില കുറയും എന്ന് പ്രതീക്ഷിക്കുന്നവരുടെ കണക്കുകൂട്ടൽ അപ്പാടെ പാടിപ്പോവുകയാണ്. ഹോർമൂസിലെ പ്രശ്നങ്ങൾ തീർന്ന് ഇടനാഴി തുറന്നു നൽകിയാലും കാര്യങ്ങൾ അത്ര വേഗം പഴയ രീതിയിൽ ആകില്ല. സാധനങ്ങളുടെ ദൗർലഭ്യവും വിലക്കയറ്റവുമാകും അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം. ഇറാൻ യുദ്ധം അവസാനിച്ചാലും എണ്ണ, ഭക്ഷ്യവസ്തുക്കൾ, വിമാന ടിക്കറ്റുകൾ തുടങ്ങിയവയുടെ വില ഉടൻ കുറയാൻ സാധ്യതയില്ല എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇറാനും യുഎസും ഇടക്കാല സമാധാന കരാറിൽ ധാരണയെത്തിയ പശ്ചാത്തലത്തിലാണ് ഈ പൊതുവായുള്ള വിലയിരുത്തൽ എത്തിയിരിക്കുന്നത്. കരാർ ഔദ്യോഗികമായി ഒപ്പിടുന്ന വെള്ളിയാഴ്ച ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കുമെന്നാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. യുദ്ധം തുടങ്ങുന്ന മുമ്പ് ആഗോള എണ്ണ നീക്കത്തിന്റെ 20%, വളം നീക്കത്തിന്റെ 30% കടന്നു പോകുന്നത് തന്ത്രപ്രധാനമായ ചരക്ക് ഇടനാഴി കൂടിയായിരുന്നു ഇത്. ഹോർമൂസ് തുറന്ന് എണ്ണ നീക്കം പൂർവ്വസ്ഥിതിയിലായാലും അതിന്റെ ഗുണഫലം ജനജീവിതത്തിൽ പ്രതിഫലിക്കാൻ നാളുകളേറെ എടുത്തേക്കുമെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. യുദ്ധത്തെ തുടർന്ന് ഇറാൻ ഹോർമൂസ് അടച്ചതും അവിടെ രൂപപ്പെട്ട സംഘർഷവും അസംസ്കൃത എണ്ണയുടെ ശുദ്ധീകരിച്ച എണ്ണയുടെ വിതരണത്തെ മാത്രമല്ല, വളം, ഭക്ഷ്യവസ്തുക്കൾ, ചെരുപ്പ് തുടങ്ങിയ മിക്ക ഉൽപ്പന്നങ്ങളുടെയും ആഗോള വിതരണ ശൃംഖലയെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇത് സാധാരണ നിലയിലാകാൻ സമയമെടുക്കും. പൊതുവെ എണ്ണ ശുദ്ധീകരണശാലകൾ ചുരുങ്ങിയത് 1 മാസമോ അതിൽ കൂടുതലോ കാലയളവിലേക്കുള്ള അസംസ്കൃത എണ്ണ ഒന്നിച്ച് പണമടച്ചാണ് വാങ്ങാറ്. അതുകൊണ്ട് തന്നെയാണ് എണ്ണ വില ഇടിഞ്ഞാലും ശുദ്ധീകരിച്ച എണ്ണ പൊടുന്നനെ വില കുറച്ചു വിൽക്കാൻ ശുദ്ധീകരണശാലകൾ തയ്യാറാകില്ല. കുറഞ്ഞ വിലയ്ക്ക് വീണ്ടും അസംസ്കൃത എണ്ണ വാങ്ങി തുടങ്ങുമ്പോഴേ വില കുറയുകയുള്ളൂ. എന്തായാലും ആ എണ്ണ പ്രാദേശിക വിപണികളിലേക്ക് എത്തുമ്പോൾ, അതായത് ആ ശുദ്ധീകരിച്ച എണ്ണ പ്രാദേശിക വിപണികളിലേക്ക് എത്തുമ്പോഴേക്കും വില കുറവ് അനുഭവപ്പെട്ടു തുടങ്ങും. വിമാന കമ്പനികളും വിമാനത്തിനുള്ള ഇന്ധനം മുൻകൂട്ടി വാങ്ങി വെക്കുന്നതിനാൽ അത് തീരുന്ന മുറയ്ക്ക് ടിക്കറ്റ് നിരക്ക് കുറയുകയുള്ളൂ. ഭക്ഷ്യസാധനങ്ങളുടെ വില ഇന്ധന ചെലവിനെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ പലചരക്കു വില കുറയുവാനും താമസിക്കും. ഭക്ഷണ സാധനങ്ങളുടെ ആകെ വില 5 മുതൽ 30 വരെ ശതമാനം ഇന്ധന ചെലവിനെ ആശ്രയിച്ചാണ് ആഗോള സൂപ്പർ മാർക്കറ്റുകളുടെ സംഘടനയായ ഇൻഡിപെൻഡന്റ് ഗ്രോയേഴ്സ് അലയൻസ് പറയുന്നത്. കരാർ പ്രഖ്യാപനമുണ്ടായതിനു പിന്നാലെ ആഗോള അസംസ്കൃത എണ്ണ വില വിപയ്ക്ക് $80 കുറഞ്ഞിരുന്നു. യുദ്ധത്തിന് മുൻപ് $67 ആയിരുന്നു ഇത്. എന്തായാലും അമേരിക്കയുമായി ഒപ്പുവെച്ച പുതിയ സമാധാന ധാരണകളെ തുടർന്ന് ഇറാന്റെ എണ്ണ കപ്പലുകളും മറ്റ് ചരക്കു കപ്പലുകളും സർവീസ് പുനരാരംഭിച്ചതായും ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാനെതിരെ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധത്തിലെ ഇളവ് വരുത്തുന്നതിനാണ് ഈ പുതിയ നീക്കം ഉണ്ടായിരിക്കുന്നത്. മാസങ്ങളായി നീണ്ടുനിന്ന യുദ്ധത്തിനും ഇതുമൂലമുണ്ടാകുന്ന ആഗോള ഊർജ പ്രതിസന്ധികൾക്കും വിരാമമിട്ടുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധം അവസാനിപ്പിക്കുവാനും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുവാനുമുള്ള പ്രാരംഭ കരാറിലെത്തിയതിന് പിന്നാലെയാണ് ഇത്. അമേരിക്കൻ നാവികസേനയുടെ ഉപരോധം മറികടന്ന് ഇറാന്റെ 3 എണ്ണക്കപ്പലുകൾ നിലവിൽ വടക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സഞ്ചരിക്കുന്നുണ്ട് എന്നാണ് ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ സ്ഥിരീകരിച്ചത്. ഇവയ്ക്ക് പുറമെ ഇറാനിലേക്ക് ആവശ്യമായ സാധനങ്ങളും കന്നുകാലികളും തീറ്റയും വഹിച്ചുകൊണ്ടുള്ള മറ്റ് 2 ചരക്ക് കപ്പലുകൾ കൂടി ഇറാന്റെ തുറമുഖങ്ങളിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ രൂപീകരിച്ച താൽക്കാലിക സമാധാന കരാറിന്റെ ഔദ്യോഗിക ധാരണാപത്രം വരും ദിവസങ്ങളിൽ സ്വിറ്റ്സർലൻഡിൽ വെച്ച് ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുമെന്നാണ് റിപ്പോർട്ട്. ലോകത്തിലെ എണ്ണവാതക വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് വരും ദിവസങ്ങൾ പൂർണ്ണമായും തുറക്കുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. യുഎസും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നതോടെ രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില കഴിഞ്ഞ 3 മാസത്തിനിടയിൽ ഏറ്റവും വലിയ ഇടിവ് രേഖപ്പെടുത്തി. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് 4% കുറഞ്ഞു. എന്നിരുന്നാലും മാസങ്ങളായി അടഞ്ഞുകിടക്കുന്ന കടൽപാത മൈനുകളുടെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കപ്പലുകളുടെ പൂർണ്ണമായ സുരക്ഷ ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ സർവീസുകൾ സാധാരണ നിലയിലാകൂ എന്നാണ് അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ വിലയിരുത്തുന്നത്. എന്തായാലും സമാധാന കരാർ താമസിയാതെ തന്നെ നിലവിൽ വരും.